നാളെ 2025 ജനുവരി മാസം 1-ാം തീയതി. ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ട കുറച്ച് നാളുകാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത്. കാരണം ഇന്നത്തെ അധ്യായത്തിൽ നാം പറയുവാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് 2024 അത്രയധികം ശുഭകരമായ ഫലങ്ങളല്ല നൽകിയിരുന്നത്. എന്നാൽ ഇവർക്ക് 2025 അവർ ആഗ്രഹിച്ച തരത്തിലുള്ള ധനം അവരുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ഒരു വർഷമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 2025 വട്ടപൂജ്യത്തിൽ നിന്ന് കോടീശ്വര യോഗം ലഭിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും തന്നെ ജാതി മതഭേദമന്യേ വളരെയേറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയായിരിക്കും 2025 കാലെടുത്ത് വയ്ക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത്രയേറെ പുതുവർഷങ്ങൾ വന്നുപോയിട്ടും ജീവിതത്തിൽ ഇതുവരെ ഒരു മേൽഗതിയും വന്നിട്ടില്ല, ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നവരും വളരെയേറെയാണ്. ഞാൻ ഇപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരും ഏറെക്കുറെ ഈ മാനസിക അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കാരണം ഈ നാളുകാരിൽ ഭൂരിഭാഗം പേരുടെയും ജീവിതം അത്രയേറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ നിറഞ്ഞതായിരുന്നു ഇതുവരെ. അതായത് 2023 നിന്ന് 2024 പ്രവേശിച്ചപ്പോൾ അവർ വിചാരിച്ചിരുന്നു ചില കാര്യങ്ങളൊക്കെ ഈ വർഷമെങ്കിലും നടന്നു കിട്ടുമെന്ന്. എന്നാൽ ഈ വർഷവും അതിനൊക്കെ ചില കാര്യതടസ്സങ്ങൾ സംഭവിക്കുകയും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ അസ്തമിച്ച തരത്തിൽ ജീവിതത്തിൽ നിൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 2025 തീർച്ചയായും നിങ്ങളുടെ തലവര തെളിയുവാൻ പോവുകയാണ്. അപ്പോൾ 2025 വട്ടപൂജ്യത്തിൽ നിന്ന് കോടീശ്വരനാകുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ആദ്യത്തെ നാളുകാർ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരാണ്. 2025 പിറക്കുന്നത് മുതൽ ഈ നാളുകാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുവാനുമുള്ള ഭാഗ്യം ലഭിക്കും. ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും അതെല്ലാം ഒരു വിജയം കാണുന്ന തരത്തിലേക്ക് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഈ നക്ഷത്രക്കാരിൽ കുറെ അധികം ആളുകളും മാനസികമായി തകർന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹ തടസ്സം എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ നാളുകാരായിട്ടുള്ള പുരുഷന്മാർ വിവാഹ തടസ്സത്താൽ വളരെ ഏറെ നാളുകളായി അലഞ്ഞിരുന്നു ഇതുവരെ. എന്നാൽ ഈ തടസ്സങ്ങളൊക്കെ മാറി ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ 2025 ലഭിക്കുകയും വളരെ സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം മുൻപോട്ടേക്ക് കൊണ്ടുപോകുവാനും നിങ്ങളാൽ കഴിയും. നിങ്ങൾ ചെയ്യുന്ന ജോലി മേഖലകളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നുമൊക്കെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങളായിരിക്കും ഈ 2025 ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഭാഗ്യം തുണയ്ക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ചില സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളിലേക്ക് 2025 വന്നു ചേരുവാനിടയാകും. നിങ്ങൾക്ക് ഭാഗ്യം തുണയായി നിൽക്കുന്ന ഈ ഒരു വർഷത്തിൽ കൂടുതൽ ഈശ്വരാധീനവും കൂടി നിങ്ങളിലേക്ക് വരുന്ന രീതിയിൽ ഈശ്വരനോട് അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഈശ്വരാധീനം ലഭിക്കുവാനായി ശനിയാഴ്ചകൾ തോറും ആഞ്ജനേയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ 8 ശനിയാഴ്ച തുടർച്ചയായി നവഗ്രഹ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നതും അതീവ ശുഭകരമായിട്ടുള്ള ഫലങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. മാത്രമല്ല, കൂടുതലായി ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും
നിങ്ങളുടെ 2025 ഭാഗ്യങ്ങളെ ഇരട്ടിപ്പിക്കുവാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ടും ഈ പറഞ്ഞിട്ടുള്ള 3 നക്ഷത്രക്കാർക്കും 2025 സൗഭാഗ്യങ്ങളുടെയും സാമ്പത്തിക ഉന്നമനത്തിൻ്റെയും വർഷമാണ്. ഇനി അടുത്തതായിട്ട് 2025 വട്ടപൂജ്യത്തിൽ നിന്ന് കോടീശ്വര യോഗത്തിലേക്കുള്ള മാറ്റം അനുഭവിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം, രേവതി നക്ഷത്രക്കാരാണ്. നിങ്ങൾ കാലാകാലങ്ങളായി ആഗ്രഹിച്ചിട്ടും നടക്കാതെയിരുന്ന നിങ്ങളുടെ ചില ആഗ്രഹങ്ങളൊക്കെ സഫലീകരണത്തിലേക്ക് എത്തുന്ന വർഷമാണ് 2025. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന രോഗങ്ങൾക്കും ദുഃഖങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു അറുതി വരുവാൻ പോവുകയാണ്. ഈ 4 നക്ഷത്രക്കാരെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലും ചില പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ്. ചില ദാമ്പത്യ പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങളുമൊക്കെ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തിയിരുന്ന അവസ്ഥ നിലനിന്നിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഒരു മാറ്റം വരുവാൻ പോവുകയാണ്. ചില സമയങ്ങളിലൊക്കെ സുഹൃത്തുക്കളോട് പോലും വഴക്ക് കൂടേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കുമാവാം, അതല്ലാതെയുള്ള എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ കൊണ്ടും ചില അസ്വാരസ്യങ്ങളൊക്കെ സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങൾക്ക് നിലനിന്നിരുന്നു. എന്നാൽ ഇതൊക്കെ മാറി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉള്ള ഒരു ജീവിതമായിരിക്കും 2025 നിങ്ങൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ ഉത്രാടം, തിരുവോണം, അവിട്ടം, രേവതി വരുന്ന നാളുകാർ തൊടുന്നതെല്ലാം പൊന്നാകും 2025 എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾ ഏത് നാട്ടിലുമായിക്കോട്ടെ, അതായത് വിദേശത്തോ സ്വദേശത്തോ എവിടെ തന്നെ ആയാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അത്യന്തം വിജയകരമായിരിക്കും. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഈ നാളുകാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ചില സമ്മാന തുകകളും അതുപോലെ തന്നെ ചില ഭാഗ്യ ലോട്ടറികൾ പോലെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് 2025 ലഭിക്കുവാൻ വളരെയേറെ സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ഇതിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ഒന്ന് ചെയ്തേക്കുക. ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണെങ്കിലും ഈശ്വരവിശ്വാസം കൈവിടാതിരിക്കുക. പരദേവതകളെ പ്രസാദിപ്പിക്കുവാനുള്ള വഴിപാടുകളും ഗ്രഹദോഷം മാറുവാനുള്ള വഴിപാടുകളുമൊക്കെ മുടങ്ങാതെ കഴിപ്പിക്കുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും അഭിഷ്ടകാര്യസിദ്ധിയും ധനധാന്യ സമ്പത്തുമൊക്കെ വന്നു ചേരുവാൻ ഇടയാകും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനയിലും പ്രത്യേക പൂജകളിലും എല്ലാം പ്രത്യേകം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.